നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. 5000 രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാം. പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. തിരൂരങ്ങാടിയിൽ പുഴയോരമിടിഞ്ഞ വീടുകൾ അപകട ഭീഷണിയിൽ. പ്രദേശത്തെ ചെറിയ കുട്ടികളടക്കമുള്ള 3ഓളം കുടുംബങ്ങൾ ഭീതിയിൽ. തിരൂരങ്ങാടി നഗരസഭയിലെ 10ാം ഡിവിഷൻ വെള്ളിലക്കാടാണ് ശക്തമായ മഴയിൽ പുഴ കുത്തിയൊഴുകി പുഴയോരവും കവർന്ന് വീടുകൾക്ക് ഭീഷണിയായിരിക്കുന്നത്. പ്രദേശത്ത് ഏതു സമയവും നിരവധി വീടുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചെമ്പൻ സുഹറ, കരുവേപ്പിൽ ജമാൽ, അരിമ്പ്ര മുസ്തഫ എന്നിവരുടെ വീടുകൾക്കാണ് പുഴയോരം ഇടിഞ്ഞത് ഭീഷണിയായിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് KP മജീദ് MLA അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ചിരുന്നു. കൂടാതെ പ്രദേശത്തെ അപകടാവസ്ഥയെക്കുറിച്ച് RDDക്കും ജില്ലാ കളക്ടർക്കും തഹസിൽദാർക്കുമടക്കം പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നതായും എന്നാൽ ഫണ്ടിന്റെ അഭാവം മൂലം അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ സാധിക്കില്ലെന്നും അറിയിച്ചതായി വീട്ടുകാർ പറയുന്നു. രണ്ടാഴ്ചയായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. മഴയുടെ തുടക്ക സമയത്ത് തന്നെ ഈ വീടിന്റെ ഭാഗം ഒന്നായിട്ട് ഇടിഞ്ഞു പോയി. പിന്നെ വീടുകൾ ഇടിഞ്ഞ് അപകടാവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് മുമ്പ് തന്നെ ഇത് വളരെ അപകടാവസ്ഥയിലായിരുന്നു. മഴ വരുന്നതിന് മുമ്പ് തന്നെ അപകടാവസ്ഥയിലായിരുന്നു. അന്ന് തന്നെ ഞങ്ങൾ ജില്ലാ കലക്ടർക്കും അതുപോലെ RDOക്കും പിന്നെ തഹസിൽദാർക്കും ഒക്കെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അവർക്ക് ഈ അപകടം നടന്നതിന് ശേഷം അവർക്ക് ഞങ്ങൾ ഇന്നുകൂടെ പരാതി കൊടുത്തു. പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവര് സ്ഥലം സന്ദർശിച്ചിരുന്നു. വേണ്ട നടപടി സ്വീകരിക്കാന്നാണ് പറഞ്ഞത്. ഫണ്ടിന്റെ അഭാവത്തിൽ ഇപ്പൊ ഈ സമയത്ത് പെട്ടെന്ന് ചെയ്തു തരാൻ പറ്റില്ല എന്നാണ്, അടിയന്തരമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അത് മാറിയിട്ട് ഈ വീടിന്റെ അവസ്ഥയും അതുപോലെ ഈ നാടിന്റെ അവസ്ഥയും മനസ്സിലാക്കിയിട്ട് ഒരുപാട് വിദ്യാർത്ഥികളടക്കം ഒരുപാട് ആളുകൾ നടന്നു പോകുന്ന വഴിയാണിത്. ഈ വഴി നടന്നു പോകുന്ന വഴിയാണ്. ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോ പിന്നെ ഒരു വീടിന്റെ മുറ്റത്ത് കൂടെ സൈഡിലൂടെയാണ് ഇപ്പൊ നടന്നു പോകുന്നത്. അപ്പൊ അത് മാറ്റിയിട്ട് അതിനൊക്കെ ഒരു അടിയന്തരമായ പരിഹാരമാണ് മുനിസിപ്പാലിറ്റിയും അതുപോലെ സ്ഥലം MLA ഒക്കെ ചെയ്യേണ്ടത്. അത് ചെയ്യാതെ നമുക്ക് കാരണം എന്നുണ്ടെങ്കിൽ ഇത്രയും അപകടാവസ്ഥ ഒരവസ്ഥ വെള്ളക്കാടിന്റെ മറ്റുള്ള ഭാഗങ്ങളിലൊന്നുമില്ല. എത്രയും അടിയന്തരമായിട്ട് ചെയ്യേണ്ട സംഭവമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് ഒരു അടിയന്തര നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ്. ചെറിയ കുട്ടികളടക്കം ഉള്ളതിനാൽ പുറത്തോട്ട് ഇറങ്ങാൻ പോലും ഭയപ്പെട്ടിരിക്കുകയാണ് ഈ വീട്ടുകാർ. അധികൃതർ എത്രയും വേഗം നടപടിയെടുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. രാത്രി ഉറങ്ങാൻ പോലും ഭയമാണെന്നും ഇവർ പറയുന്നു. കൊടുത്തിട്ട് അന്ന് വയ്യായിരുന്നു. ഇപ്പൊ വീടിന് തന്നെ ഭീഷണി അയക്കണേ. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഉറങ്ങാനോ ഒരു പേടിയാണ്. ഇപ്പൊ രാത്രി മക്കളെ കൊടുക്കാനോ മക്കൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ. അവസ്ഥകളാണ്. പൊരിഞ്ഞ മഴയും ഇടിയും കാറ്റും ഉണ്ടാക്കാൻ തന്നെ നമ്മൾ ഒരുപാട് പാടുപെട്ട് ആയ വീടാണത്. അതങ്ങ് പറയാൻ നല്ലത്. ആകെ 3 സെന്റിലൊരു വീടാണ്. ആ വീട് പോയാൽ നമ്മൾ എന്ത് ചെയ്യോ മക്കളെ എടുക്കാൻ? അതന്നെ അവസ്ഥ പറയാനുള്ളത്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിനുള്ളൊരു ഒരാളെ നമുക്ക് എല്ലാരും കൂടി സഹായിച്ചു തരണം എന്നേ പറയാനുള്ളൂ. വീടുകൾ പുഴയെടുക്കുന്നതിന് മുമ്പ് തന്നെ എത്രയും വേഗം അടിയന്തര നടപടിയെടുക്കണമെന്നും വീട്ടുകാരുടെ ആശങ്ക അകറ്റണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. മഴ കൂടുതൽ ശക്തമാകുന്നതും തോരാതെ പെയ്യുന്ന മഴയും ഇവർക്കുള്ളിൽ ആശങ്ക അധികമാക്കുന്നു. സംഭവത്തിൽ പ്രതിഷേധവുമായി PDP രംഗത്തെത്തി. ഏറെക്കാലമായി പുഴയുടെ സൈഡിൽ മണ്ണ് ഇടിയാത്ത രൂപത്തിൽ സംരക്ഷണ ഭിത്തി കെട്ടി ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്ന നാട്ടുകാരുടെ പരാതികൾ മുഖവിലേക്കെടുക്കാതെ മുഖം തിരിഞ്ഞു നടക്കുന്ന ജനപ്രതിനിധികൾ ഒരു വലിയ ദുരന്ത വാർത്ത വരുന്നതിനെ സ്വാഗതം ചെയ്യുകയാണോ എന്ന് PDP തിരൂരങ്ങാടി ടൗൺ കമ്മിറ്റി ആരോപിച്ചു. അസൈൻ പാപ്പത്തി അധ്യക്ഷത വഹിച്ച യോഗം മുനിസിപ്പൽ പ്രസിഡന്റ് യാസിൻ തിരൂരങ്ങാടി ഉദ്ഘാടനം ചെയ്തു. മുല്ലക്കോയത്തങ്ങൾ, കുട്ടി റഫീഖ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഇല്യാസ് MK സ്വാഗതവും നാസർ VP നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.